സിമ്പിളാണ്, പക്ഷേ മാസാണേ. ഈ ഒരു ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ എടുക്കാൻ വേണ്ടി എന്തുമാത്രം പ്രയാസപ്പെട്ടെന്നറിയോ? ശരിക്കും ഇത് എൻ്റെ ഉമ്മി ഉണ്ടാക്കുന്ന ബിരിയാണിയാണ്. എങ്കിൽ പോലും ഇത് വീഡിയോ എടുക്കാനായിട്ട് ഞാൻ ശരിക്കും പെടാപ്പാട് പെട്ടു. കാരണം ഉമ്മി വീഡിയോ എടുക്കാൻ വേണ്ടി നിന്ന് തരാറില്ല. ഉമ്മി ചെയ്യുന്ന സമയത്ത് ഞാൻ ആ ഭാഗത്തുണ്ടെങ്കിൽ എനിക്ക് വീഡിയോ എടുക്കാം. പക്ഷേ എല്ലാം പടപടപടേന്നാണ് ഉമ്മി ഫുഡ് ഉണ്ടാക്കുന്നത്. കുറേയൊക്കെ മിസ്സായെങ്കിൽ പോലും പക്ഷേ എങ്ങനെയാണ് മിസ്സായ സംഭവങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പക്ഷേ മക്കളെ പറയാതിരിക്കാൻ വയ്യ, ഞാൻ പല ടൈപ്പ് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇത്രയും ടേസ്റ്റുള്ള ബിരിയാണി ഞാൻ ഇതുവരെ മാക്സിമം ഞാൻ ട്രൈ ചെയ്തെങ്കിലും എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ഫ്രൈ ചെയ്തിട്ടും ഫ്രൈ ചെയ്യാതെയും പല 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 ബിരിയാണികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഉമ്മയുടെ ഈ ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ റെസിപ്പി കിട്ടാൻ തന്നെ ഭയങ്കര പാടുപെട്ടു ഞാൻ. എന്ന് വെച്ചാൽ ഉമ്മ എനിക്ക് പറഞ്ഞു തരാറുണ്ട്, പക്ഷേ എങ്കിൽ പോലും ഇത് ഞാനൊന്ന് വീഡിയോ ആക്കാൻ വേണ്ടി ഒത്തിരി പാടുപെട്ടു. അപ്പം നമുക്കെന്നാൽ നോക്കിയാലോ. ആദ്യം ഉമ്മി ചിക്കൻ നേരത്തെ പുരട്ടി വെക്കും. ചിക്കൻ ഇപ്പോൾ ഇവിടെ 1.5 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് പുരട്ടി വെക്കും. അതൊരു അരമണിക്കൂറെങ്കിലും പുരട്ടി വെക്കും. പിന്നെ ഉമ്മി ഒരു 1-2 സവോള ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിനെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പാൻ വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് എണ്ണയും പിന്നെ കൂടെ കുറച്ച് ഗീ ഒഴിക്കുന്നുണ്ട്. അതിലേക്ക് പെരിഞ്ജീരകം 1 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. പെരിഞ്ജീരകം ചേർത്തതിന് ശേഷം അതിലേക്ക് കറിവേപ്പില ഇടുക. അതൊന്ന് മൂത്തതിന് ശേഷം അതിലേക്ക് പച്ചമുളക് ഇടുക. പച്ചമുളക് ഉമ്മി ഒന്നായിട്ട് അത് ജസ്റ്റ് കീറിയിട്ടാണ് ഇട്ടേക്കുന്നത്. ചെറുതായിട്ട് കീറിയിട്ടിട്ടുണ്ട്. ഒരു 8-10 പച്ചമുളകോളം ഉമ്മി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നല്ലപോലെ എണ്ണയ്ക്കകത്തോട്ട് ഫ്രൈ ചെയ്യണം. ഫ്രൈ ചെയ്തതിന് ശേഷം സവോള ഒരു 5 വലിയ സവോള നല്ലപോലെ അരിഞ്ഞ് ഇതിലേക്കിട്ട് നല്ലതായിട്ട് വഴറ്റിയെടുക്കണം. അങ്ങനെ ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെയൊന്നും വഴറ്റുന്നില്ല. ഒരു കണ്ണാടി പോലെ വഴറ്റിയെടുക്കുന്നുള്ളൂ ഉമ്മി. അപ്പോൾ നല്ലപോലെ വഴറ്റിയെടുക്കുന്നുണ്ട്. വഴറ്റിയെടുത്തതിന് ശേഷം ഈ സമയത്ത് തന്നെ ഉമ്മി അപ്പുറത്തെ ഗ്യാസിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അരി വേവിക്കാൻ വേണ്ടി. ഇപ്പോൾ ഇവിടെ കൈമ റൈസാണ് ഉമ്മി എടുത്തേക്കുന്നത്. 1.5 കിലോ ചിക്കൻ എടുത്തതിനകത്ത് 1.25 കിലോ കൈമ റൈസാണ് ഉമ്മി യൂസ് ചെയ്തത്. 1.25 കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 5 കപ്പ് അരിയാണ്. അപ്പോൾ അത് ഉമ്മി ഓൾറെഡി കഴുകിയതിന് ശേഷം വെള്ളം തിളച്ചപ്പം അരി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഞാൻ ഈ വഴറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഉമ്മി ചോറ് ഒരു 3/4 വേവ് ആയപ്പോൾ തന്നെ ഉമ്മി അത് ഊറ്റിയിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഉമ്മി ഈ ചോറ് വറ്റിക്കുകയും ചെയ്തിട്ടില്ല, പിന്നെ കോരി മാറ്റുകയല്ല ചെയ്തേക്കുന്നത്. നമ്മൾ സാധാരണ ചോറ് വെച്ച് കലം വടിക്കുന്നത് പോലെ ആണ് ഉമ്മി ഇത്. എനിക്ക് ശരിക്കും അത് ഭയങ്കര അതിശയമായിരുന്നു. അങ്ങനെ ചോറ് നമ്മൾ സാധാരണ ചോറ് വെക്കുന്നത് പോലെ ഊറ്റിയിട്ടേക്കാണ് ആ ചോറ്. അപ്പോൾ എൻ്റെ മൈൻഡിൽ അത് മിക്കവാറും വെന്ത് പോയിട്ടുണ്ടാവും എന്നുള്ള ഉള്ളിലാണ് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ സമയത്ത് തന്നെ ഉമ്മി അതിലേക്ക് കുറച്ച് ഒരു ഓയിലും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഉമ്മി ഇവിടെ റൈസ് ബ്രാൻ ഓയിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ മസാലയ്ക്കകത്ത് കുറച്ച് ഓയിൽ കുറവായതിൻ്റെ പേരിൽ ആ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയില പുതിനയിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ഉമ്മ ഇവിടെ ഇപ്പുറത്ത് തക്കാളി അരച്ചാണ് ചേർക്കുന്നത്. ഒരു 4 വലിയ തക്കാളി അരച്ച് വെച്ചിട്ടുണ്ട് പേസ്റ്റ്. അപ്പോൾ ഈ സമയത്ത് ഇപ്പുറത്ത് മസാലയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് നല്ലതായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇളക്കി മൂത്തതിന് ശേഷം അരച്ച് വെച്ചിരിക്കുന്ന ടൊമാറ്റോ പേസ്റ്റ് ഉമ്മ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. അത് നല്ലപോലെ വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഷടപടയെന്നാണ് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് അങ്ങനെ വീഡിയോ റെഡിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ എന്നാലും ഞാൻ ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു തരുന്നത് നല്ല വൃത്തിക്ക് മനസ്സിലാവുന്ന പോലെയാണ്. ഉമ്മി ചെയ്ത കാര്യങ്ങളൊക്കെ വൃത്തിക്ക് ഞാൻ പിന്നെ ചോദിച്ചറിഞ്ഞതിന് ശേഷമാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. പിന്നെ ഉമ്മി ഇതിലേക്ക് പിന്നെ കല്ലുപ്പ് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മസാലയ്ക്കുള്ള ഉപ്പ് ഉമ്മി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും വഴറ്റുന്നുണ്ട്. ഇതങ്ങനെ ഗോൾഡൻ ബ്രൗൺ ആയിട്ടൊന്നും അല്ല വഴറ്റിയെടുക്കുന്നത്, പക്ഷേ എല്ലാം ഒന്ന് വെന്ത് മൂത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഉമ്മ ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ കട്ടി തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ലപോലെ ഇളക്കിയതിന് ശേഷം ആ തൈരിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം ആണ് ഉമ്മി ഇതിലേക്ക് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഈ ഒരു തൈര് ഒഴിച്ചതിന് ശേഷം ഉമ്മി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം അതൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷമാണ് ഫ്രൈ ചെയ്ത ചിക്കൻ എല്ലാം കൂടെ ഉമ്മി ചേർത്ത് കൊടുത്തത്. ഈ ഫ്രൈ ചെയ്തിരിക്കുന്ന ചിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാഫ് വേവേ ആയിട്ടുള്ളൂ. ഹാഫ് വേവ് അതിന് ജസ്റ്റ് ഒന്ന് മൊരിച്ചെടുത്തതേ ഉള്ളൂ. ചിക്കൻ ഫുള്ള് വെന്തിട്ടില്ല. അപ്പോൾ അത് ഈ മസാലയിലേക്ക് നല്ലപോലെ ഉമ്മി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ എങ്ങോട്ടോ ഒന്ന് ശ്രദ്ധ മാറിയപ്പോഴത്തേക്കും തിരിച്ച് നോക്കിയപ്പോഴത്തേക്കും ഉമ്മി ഓൾറെഡി എന്നിട്ട് വെന്ത ചോറ് ഒരു ലെയറായിട്ട് ഓൾറെഡി ഇട്ട് കഴിഞ്ഞു. അപ്പോൾ തന്നെ ഉമ്മയോട് പറയുന്നുണ്ട്, ഉമ്മി എനിക്ക് വീഡിയോ എടുക്കണ്ടായിരുന്നോ, ഇപ്പോഴേ എന്തിനാ ഇട്ടത്, ഞാൻ വരാതെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഉമ്മ എന്നോട് പറയുന്നുണ്ട്, എനിക്ക് വീഡിയോ എടുക്കാൻ അങ്ങനൊന്നും സമയമില്ല, എനിക്ക് പെട്ടെന്ന് ജോലി തീർത്തിട്ട് മാറിപ്പോണമെന്ന്. പിന്നെ എന്തായാലും ഞാൻ പിന്നെ ഇവിടെ മുതൽ എനിക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ ആ ലെയർ ഇട്ടതിന് ശേഷം ഉമ്മി 1 ടേബിൾ സ്പൂണോളം നെയ്യ് ആ ചോറിൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മി ഇവിടെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഒന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല. ജസ്റ്റ് ഉമ്മി വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഇതെല്ലാം തട്ടിക്കൂട്ടി ഈ ബിരിയാണി ഉണ്ടാക്കിയത്. പക്ഷേ എന്തോ ടേസ്റ്റ് അതെനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. അപ്പോൾ അതിനുശേഷം ഉമ്മി കുറച്ച് മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്തത് ഇടുന്നുണ്ട്. അപ്പം തന്നെ അടുത്ത ലെയറും മേളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് റൈസ്. അപ്പോൾ അത് നല്ലപോലെ റെഡിയായി സെറ്റാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒണിയനെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിയിലയും പുതിനയിലയും കുറച്ച് അതിൻ്റെ മുകളിൽ റെഡിയാക്കി സെറ്റാക്കുന്നുണ്ട്. പിന്നെ ഉമ്മി അതിൻ്റെയൊക്കെ 1 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ നെയ്യൊന്നും ശരിക്കും പുറത്തുനിന്ന് വാങ്ങിയ നെയ്യല്ല, ഉമ്മി തന്നെ വീട്ടിലുണ്ടാക്കി വെച്ചിരിക്കുന്ന നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും 1 ടേബിൾ സ്പൂൺ പിന്നെ അതിൻ്റെ മുകളിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ആദ്യം നെയ്യ് ചോറിൻ്റെ മുകളിലേക്ക് ഒഴിച്ചതിന് ശേഷമാണ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒണിയനും പിന്നെ മണത്തിനായിട്ട് മല്ലിയിലയും പുതിനയിലയൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയ അതിശയം എന്ന് പറയുന്നത് ആ ചോറൊട്ടും കുഴഞ്ഞു പോവുകയോ വെന്തു പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ആ റൈസ് കിട്ടിയേക്കുന്നത്. നമ്മൾ ചിലപ്പോൾ കോരിയെടുത്താലും അല്ലെങ്കിൽ വറ്റിച്ചെടുത്താൽ പോലും ഇത്രയും പെർഫെക്ഷൻ കിട്ടത്തില്ല. കാരണം എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു. നമ്മൾ ചോറ് വെക്കും, നമ്മുടെ കുത്തിരി അല്ലെങ്കിൽ വെള്ള ചോറൊക്കെ നമ്മൾ വെക്കുമ്പം ഊറ്റിയിടുന്ന പോലെ ഇടുമ്പം ഇത് ഫുള്ള് വെന്തു പോവില്ലേ, കുഴഞ്ഞു പോവില്ലേ എന്നൊക്കെ എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു. പക്ഷേ ഈ ചോറ് കണ്ടപ്പം എനിക്ക് മനസ്സിലായി ഇത് എക്സ്പീരിയൻസിൻ്റെ ഒരു ഗുണമായിരിക്കാം അത് ഇത്രയും വലിയ പെർഫെക്റ്റായിട്ട് ഈ ഒരു സംഭവം ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. മാഷാ അല്ലാ. അപ്പം എന്തായാലും ഇതെല്ലാം ഉമ്മി വെച്ചതിന് ശേഷം ഇനി ദം ചെയ്യുകയാണ്. അപ്പോൾ ദം ചെയ്യാൻ വേണ്ടി ഉമ്മി ഒരു അലൂമിനിയം ഫോയിലാണ് ആദ്യം വെക്കുന്നത്. ഒട്ടും ആവി പോവാതിരിക്കാൻ വേണ്ടി ഫുൾ അലൂമിനിയം ഫോയിൽ വെച്ച് നല്ല പോലെ ബന്ധാക്കിയതിന് ശേഷം ഉമ്മി പിന്നെ അതിൻ്റെ മുകളിലേക്ക് ആ ബിരിയാണി പോട്ടിൻ്റെ അടപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടും എയർ പോകാൻ പാടില്ല, ഒട്ടും ആവി പോകാൻ പാടില്ല. അപ്പോൾ എന്നിട്ടൊരു 30 മിനിറ്റാണ് സ്ലോ ദമ്മിലാണ് ഇത് വെച്ചേക്കുന്നത്. ഒരു 30 മിനിറ്റോളം സ്ലോ ദമ്മിൽ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ദം പൊട്ടിച്ചു. ആ അലൂമിനിയം ഫോയിലൊന്ന് പൊക്കിയ ഓർമ്മ എനിക്കുള്ളൂ. അത്രയ്ക്കും മണമായിരുന്നു. എന്താ പറയുക, ഭയങ്കര മണമാണ്. എന്നാൽ ഒരു എസൻസ് ഒഴിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. എന്താ പറയുക, ഒരു ബിരിയാണി എസൻസോ അല്ലെങ്കിൽ പൈനാപ്പിൾ എസൻസോ ഒന്നും ഉമ്മി ചേർത്തിട്ടില്ല. വളരെ നാടൻ രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ മണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു ഭയങ്കര എക്സ്പീരിയൻസ്ഡ് കുക്ക് ചെയ്ത പോലെ ഉള്ള ഒരു മണമാണ്. റെസ്റ്റോറൻറ്റിലൊക്കെ ശരിക്കും പറഞ്ഞാൽ എസൻസ് ഒഴിച്ചൊരു മണമാണല്ലോ നമുക്ക് സാധാരണ ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഇത് ഭയങ്കര നാടൻ ഒരു ബിരിയാണിയാണ്. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര സിമ്പിളായിട്ടാണ് ഉമ്മ ഉണ്ടാക്കിയിരിക്കുന്നത്. ഉമ്മയുടെ കൈപ്പുണ്യം മാഷാ അല്ലാ, അൽഹംദുലില്ലാ, നല്ല ടേസ്റ്റായിരുന്നു ബിരിയാണിക്ക്. അപ്പോൾ അങ്ങനെ എന്തായാലും എനിക്ക് ഉമ്മയുടെ ബിരിയാണി വീഡിയോ എടുക്കാൻ പറ്റിയത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം. വെറുതെ പറയുന്നതല്ല, ഇതിൻ്റെ ആ ചിക്കൻ കഴിക്കാൻ തന്നെ എന്തൊരു ടേസ്റ്റാണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങൾ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കണം. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങൾ ഈ ബിരിയാണി കണ്ടതിന് ശേഷം എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. സോ പ്ലീസ് സപ്പോർട്ട്, സബ്സ്ക്രൈബ്. താങ്ക് യു.